ഹായ് ഓൾ. ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അതിൽ ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് പറയണത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 13/2/1. 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ B ഈസ് ഈക്വൽ ടു 2 ആണ് കിട്ടും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ കോർഡിനേറ്റ് ജോമെട്രിയാണ്. കോർഡിനേറ്റ് ജോമെട്രിയിലെ സെക്ഷൻ ഫോർമുലയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 13/7 കോർഡിനേറ്റ് 0യും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കിട്ടും. ഇനി തേർഡ് ക്വസ്റ്റ്യനിൽ AN ഈക്വൽ ടു A+n-1 ഇൻറ്റു D സോൾവ് ചെയ്യാൻ നേരത്തെ ഫസ്റ്റ് ഓപ്ഷൻ 12 കിട്ടും. പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുക. ഡിസ്ക്രിമിനൻറ്റ് ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 0 ഈക്വൽ ടു 0 ആണോ എന്ന് കണ്ടുപിടിക്കാനാണുള്ളത്. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ ലെസ് ദാൻ 0 കിട്ടും. അപ്പോൾ അത് നമുക്ക് നോട്ട് റിയൽ എന്നുള്ളത് ആൻസർ ആയിട്ടായിരിക്കും വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിൽ HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. അത് സോൾവ് ചെയ്യുമ്പോൾ ഓപ്ഷൻ A 1650 കിട്ടും. സിക്സ്ത് ക്വസ്റ്റ്യനിൽ സിമിലാരിറ്റി ട്രയാങ്കിളിലെ ചാപ്റ്ററിലാണ് വരുന്നത്. AD ഡിവൈഡഡ് ബൈ AB ഈക്വൽ ടു DE ഡിവൈഡഡ് ബൈ BC. അത് സോൾവ് ചെയ്യാൻ നേരത്തെ 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സെവൻത്ത് ക്വസ്റ്റ്യനിൽ സൈൻ തീറ്റയും കോസ് തീറ്റയും ഈക്വൽ ആയതുകൊണ്ട് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. അത് സോൾവ് ചെയ്യുമ്പോൾ C എന്ന് പറയുന്നത് ഓപ്ഷൻ C 1 കിട്ടും. പിന്നെ 2 dice are rolled together എന്ന് പറയുമ്പോൾ ടോട്ടൽ ഔട്ട്കം 36 ആണ് വന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഫേവറബിൾ ഔട്ട്കംസ് 3 ആണ്. അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് 1/12 എന്ന് കിട്ടും. നയൻത്ത് ക്വസ്റ്റ്യൻ ആൽഫയും ബീറ്റയും കണ്ടുപിടിക്കാനാണ്. സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും കണ്ടുപിടിക്കുക. സം ഓഫ് സീറോസ് ചെയ്യുമ്പോൾ -3/5ഉം പ്രോഡക്റ്റ് ഓഫ് സീറോസ് ചെയ്യുമ്പോൾ -7/5ഉം കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ C 3/7 എന്ന് പറയുന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ സിമിലാരിറ്റി ട്രയാങ്കിളിലെയാണ്. അതിൻ്റെ അകത്ത് PQ/AB ചെയ്യുമ്പോൾ 48/56 ചെയ്താച്ചാൽ മതി. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 6/7 എന്ന് കിട്ടും. 11th ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ സർക്കിൾസ് അത് ട്രയാങ്കിളിൻ്റെ ഇത് കൊടുക്കുമ്പോൾ ട്രയാങ്കിൾ ADP സിമിലർ ടു ട്രയാങ്കിൾ BPC B ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. 12th ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമുക്കിടെ ഒബ്സർവേഷൻ എല്ലാം ഇൻക്രീസ്ഡ് ബൈ 2 ആണെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നതും ഇൻക്രീസ്ഡ് ബൈ 2 തന്നെയായിരിക്കും വന്നത്. 13th ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റിയുടെ കേസിലാണ് വന്നത്. 6 മുതൽ 55 വരെ നമ്മൾ എണ്ണി നോക്കുമ്പോൾ 50 കാർഡ്സ് ആണ് വരുന്നത്. അതിൽ നമുക്ക് വേണ്ട ഫേവറബിൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് 5 ആണുള്ളത്. അപ്പോൾ 5/50യുടെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് 1/10 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടാൻജൻറ്റ് റേഡിയസ് സർക്കിൾസിലെയാണ് വന്നത്. അപ്പോൾ 5√2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. പിന്നെ 15th ക്വസ്റ്റ്യനിൽ നമുക്ക് √25 ആണ് കിട്ടുന്നത്. 5 യൂണിറ്റ് എന്ന് കിട്ടും. 16th ക്വസ്റ്റ്യനിൽ 16th ടേം ആയിട്ടാണ് കിട്ടുന്നത്. 17th ക്വസ്റ്റ്യനിൽ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ ആംഗിൾ CAB എന്ന് പറയുന്നത് CBA എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ് കിട്ടും. പിന്നെ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും മോഡായിരിക്കും. ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നത്തെ ക്വസ്റ്റ്യനിൽ അസേഷൻ റീസൺ ആണ് വരുന്നത്. അസേഷൻ റീസണിൽ ഫസ്റ്റ് വണ്ണിൽ ബോത്ത് അസേഷനും റീസണും കറക്റ്റ് ആണ്. അതുപോലെ തന്നെ റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്നും കിട്ടും. 20th ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ D ആണ് വരുന്നത്. അസേഷൻ A ട്രൂ അല്ല. പിന്നെ പക്ഷെ റീസൺ R എന്ന് പറയുന്നത് ട്രൂ ആണ്. ഓപ്ഷൻ D ആണ് വരുന്നത്. 21st ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ ആണ്. ഇവിടെ നമുക്കറിയാം ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0യിൽ എൻഡ് ചെയ്യും. ലാസ്റ്റ് ഡിജിറ്റ് 0യിൽ എൻഡ് ചെയ്യില്ല. കാരണം 15⁻n എന്ന് പറയുന്നത് 5×3 ആണ് വന്നത്. 5×3യിൽ 2ൻ്റെ പവറായിട്ട് ഒന്നും എഴുതാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതെന്ന് പറയണത് ലാസ്റ്റ് ഡിജിറ്റ് ഒരിക്കലും 0 വെച്ച് എൻഡ് ചെയ്യില്ല. ഇതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത സെഷൻ 22 മുതലുള്ള ആൻസറും നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരിക്കും. താങ്ക് യു.